അല്ല, അവനിത് എന്നാ പറ്റിയതാ? അവൻ എന്നാ വർത്താനായി പറഞ്ഞത്? ഇനി വല്ല വട്ടുവാണോ? കേട്ടവളെ, നീയല്ലേ ഇവനെയൊക്കെ വീട്ടിൽ കയറ്റി കിടത്താൻ പറഞ്ഞത്? ഒന്ന് പതുക്കെ പറ. എന്നാലും എന്റെ പെങ്കൊച്ചുങ്ങളെ, ആ ചെറുക്കൻ ഇത് എന്നാ കാട്ടായോ ആയി കാണിച്ചത്? അമ്മച്ചിയല്ലേ കയറ്റി കിടത്തിയത്? നിനക്ക് ആ ചെറുക്കനെ ശരിക്കും ഇഷ്ടപ്പെട്ടോ മോളെ? ഇനിയിപ്പം ഇഷ്ടപ്പെട്ടിട്ട് എന്ത് കാര്യം? ഇഷ്ടപ്പെട്ടില്ലേൽ എന്ത് കാര്യം? എനിക്ക് ആ കോട്ടയം കൊച്ചാനോട് രണ്ട് വർത്താനം ചോദിക്കാതെ എന്റെ നാട്ടിലെ ചൊറിച്ചിൽ മാറുകയല്ല. കുഞ്ഞച്ചോ, അവിടെ നിന്നേ. എന്നാ ചേട്ടത്തി? അല്ല, നീ ഇത് എന്നാ കാട്ടായോ കുഞ്ഞച്ചോ ഈ കാണിച്ചത്? എന്റെ ആങ്ങളമാരെ എന്തുമാത്രം ആറ്റുമായിട്ടിരുന്ന് കൊണ്ടുവന്നതാ. ഞങ്ങളുടെ നിലയ്ക്കും വിലയ്ക്കും ചേരാത്ത വലിയൊരു കുടുംബത്തിൽ നിന്ന് ഒരു ചെറുക്കം വന്നപ്പോ നീ ഇങ്ങനെയൊക്കെ കാണിച്ച? നീ ഇത് എന്നെ ഭാവിച്ചോണ്ടാ എന്റെ കുഞ്ഞച്ചാ? എന്റെ പൊന്ന് ചേട്ടത്തി, ഇന്നത്തെ കാലത്ത് ഈ കുടുംബവും വിലയൊക്കെ ആരെങ്കിലും നോക്കൂ? നല്ലൊരു ചെറുക്കനല്ലേ നമ്മുടെ മോളിക്കുട്ടിക്ക് വന്നതല്ലേ എന്നോർത്ത് മീനുമൊക്കെ മേടിച്ചാണ്ട് ഞാൻ വന്നപ്പോ എനിക്ക് ഇവനെ അങ്ങോട്ട് കാണുകയും എന്റെ ശരീരം മുഴുവൻ അങ്ങോട്ട് വിറഞ്ഞു വന്നു. എണ്ണയും തേച്ച് പരിഷ്കാരിയാന്ന് പറഞ്ഞൊരു കാട്ടുമാക്കാൻ നമ്മുടെ മോളിക്കുട്ടിക്ക് ചേരുവോ? കുറെ ഏലക്കായും റബ്ബറും തേങ്ങായും ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നാ കാര്യം? ഇത്ര ഐശ്വര്യവും ദൈവഭയമുള്ള ഒരു കൊച്ചിനെ ഈ കുരങ്ങനെ പിടിച്ചു കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഞാൻ ഇച്ചിരി മനഃപൂർവ്വം തന്നെ പറഞ്ഞതാ. നിങ്ങൾക്ക് ഇപ്പൊ എന്നോട് കോപം തോന്നും. എന്നാലും നിങ്ങളെ മോളിക്കുട്ടിയെ വിളിച്ച് രഹസ്യമായിട്ടൊന്ന് ചോദിച്ചു നോക്കിയേ. അവർക്ക് ഇഷ്ടപ്പെട്ട കാണത്തില്ല ഈ സാധനത്തിന്. അത് നിനക്കെങ്ങനെ അറിയാം? നിന്നോട് അവളങ്ങനെ പറയാൻ പറ്റോ? ചെയ്തോ? എന്നോട് അങ്ങനെ പറഞ്ഞു? അയ്യോ, ഞാൻ ഇങ്ങനെ ഒരുപാട് പെമ്പിള്ളേരെ കണ്ടിട്ടുള്ളല്ലേ ചേട്ടത്തി. എനിക്കറിയാം നമ്മുടെ മോളിക്കുട്ടിക്ക് നല്ല മണി പോലത്തെ ആമ്പിള്ളേരെ കിട്ടും. ഓ, എവിടെ കിട്ടാനാ? ഇവിടെ തന്നെ. എവിടെ തന്നെ? ഇവിടെ തന്നെ എന്ന് പറഞ്ഞാ നമ്മുടെ ഇവിടെ തന്നെ. കാണാൻ കൊള്ളാവുന്നതും അല്പത്തൊട്ടും സാമ്പത്തികം ഉള്ളതും പിന്നെ ചിലപ്പോ പറഞ്ഞു വരുമ്പോ കുടുംബവും കൊലം ഒന്നും കാണുകയില്ല. ചില്ലറ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്, എന്നാലും നല്ലവരാ. പിന്നെ പണ്ട് ചീത്തയായിരുന്നിട്ട് പിന്നെ നല്ലവരായ, അല്ല അങ്ങനെയുള്ളവരും അല്ലാത്തവരുമായ ഒരുപാട് പേരുണ്ട്. എടാ, മതി മതി. വേലിയിലിരുന്ന് പാമ്പിനെ എടുത്ത് പറയാൻ കൊള്ളാത്തടത്ത് വെച്ച് നീയല്ലേ അനുഭവിക്ക്. വീട്ടുകാവലിനൊരു പട്ടിയെ വളർത്തിയതല്ലേ? ഭ്രാന്ത് പിടിച്ച പട്ടികൾ ചിലപ്പോ ഇങ്ങനെയാ, ചോറ് കൊടുത്ത് കഴിക്കുന്ന കടിക്കും. ഓ, ഇപ്പൊ കുറ്റമല്ലേ എന്റെ നേർക്കായി. അവനെ പ്രാർത്ഥന വെല്ലിപ്പിക്കാനും കുമ്പസാരിപ്പിക്കാനും കുർബാന കൈക്കൊള്ളാനും പുണ്യാളനാക്കാനും കൊണ്ടു നടന്ന ഞാനല്ലല്ലോ. ഇതെന്റെ വായിരിക്കുന്നൊന്നും കേക്കണ്ട. അല്ലേ, ഒരു ഏനക്കേട് പറ്റിയപ്പോ അതിന്റെ മറുമരുന്ന് എന്നതാന്ന് ആലോചിക്കുന്നതിന് പകരം ഈ പോത്തിനെ കൊണ്ട് ഞാൻ. അമ്മച്ചി ഇവിടെ ഇല്ല. ഏലിയമ്മ ചേട്ടത്തി എവിടെ പോയി? അപ്പച്ചനും അമ്മച്ചിയും കൂടെ പറമ്പില്ല. സൂസി കുഞ്ഞോ? സൂസി കോളേജിൽ പോയി. ഞാൻ ഇന്നലെ ഒരുപാട് കാര്യങ്ങളൊക്കെ ആലോചിച്ച് രാത്രി കിടന്ന് ചില നല്ല സ്വപ്നങ്ങളൊക്കെ കണ്ട് ഉറങ്ങിയപ്പോ അങ്ങ് ലേറ്റായി പോയി. അതാ എഴുന്നേക്കാൻ താമസിച്ചത്. മോളിക്കുട്ടി ഇന്നലെ ഉറങ്ങിക്കാണത്തില്ല ഇല്ലയോ? ഞാൻ നല്ല അസലായിട്ട് ഉറങ്ങി. ഒത്തിരി നാളുകൂടി മനസമാധാനായിട്ടൊന്ന് ഉറങ്ങിയത് ഇന്നലെയാ. അതെ, ഇനിയിപ്പോ ഒരു മനസമാധാനക്കേടിന്റെ ആവശ്യമില്ലല്ലോ. ജീവിതം എന്ന് പറയുമ്പോ നമുക്കൊരു വിവാഹ ജീവിതവും മനസ്സിന് ഇഷ്ടപ്പെട്ട സ്ത്രീയെ പുരുഷൻ കണ്ടെത്തുക, അങ്ങനെ വരുമ്പോ പുരുഷന് രാത്രി ഉറങ്ങാൻ പറ്റില്ല എന്ന് വരും. പക്ഷെ ഇഷ്ടപ്പെട്ട പുരുഷനെ കണ്ടെത്തിയ സ്ത്രീ മനസമാധാനത്തോടെ കിടന്നുറങ്ങും. അതാ അതിന്റെ ഒരു സൈക്കോളജി. എന്റെ കൂടെ ജയിലിൽ ഒരു സൈക്കോളജി പ്രൊഫസർ ഉണ്ടായിരുന്നു, പുള്ളി പറഞ്ഞതായിരുന്നു. അയ്യോ, സമയം അങ്ങ് പോയി. ഇനിയിപ്പോ ജംഗ്ഷനിൽ ചെന്ന് കാപ്പി കുടിച്ചിട്ട് വരാം. കാപ്പി എന്നെ തിരിപ്പുണ്ടോ മോളിക്കുട്ടി? ഉണ്ടായിരുന്നു, തീർന്നുപോയി. കട്ടൻ കാപ്പി ആയാലും മതി. ഇല്ല. തീപ്പെട്ടിയില്ല. തീ ഉണ്ടോ മോളിക്കുട്ടി വീടിക്ക്? ഇവിടെ ഒന്നുമില്ല. അതെന്താ മോളിക്കുട്ടി നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ നിനക്ക് വേണ്ടിയല്ലേ ഇന്നലെ ആ പാട് മുഴുവൻ കഴിച്ചത്. എന്നെ കുറിച്ചുള്ള അഭിപ്രായമൊക്കെ അപ്പച്ചനും അമ്മച്ചിക്കും പോയിരിക്കുക. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ അവർ അറിഞ്ഞു വരുമ്പോഴെങ്കിലും പറയണം, അല്ലെങ്കിൽ മിക്കായിലെ ചേട്ടൻ എന്നോട് സംശയം തോന്നും. പ്രശ്നങ്ങളോ? എന്ത് പ്രശ്നങ്ങള്? അല്ല, നമ്മൾ തമ്മിലുള്ള ഈ ബന്ധമേ. നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. നമ്മൾ തമ്മിൽ എന്തുവാ ബന്ധം? ചുമ്മാ കളിതമാശ പറയാതെ മോളിക്കുട്ടി. നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങി പോകുന്നുണ്ടോ മനുഷ്യ? മോളിക്കുട്ടി, താൻ ഇവിടുന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? അല്ല, ഞാൻ ഇവിടെ കിടന്ന് വിളിച്ചു കൂഫ. മോളിക്കുട്ടി നീ എന്താ മോളിക്കുട്ടി നീ എന്തായി കാണിക്കുന്നേ? അയ്യോ നാട്ടുകാരെ, ഓടി വായോ. ഒരു രത്തന്റെ കല്യാണ പ്രായം തെളിഞ്ഞിരിക്കുന്ന ഒരു പെണ്ണിനെ ബലാത്കാരം ചെയ്യുന്നേ. എന്റെ നാട്ടുകാരെ ഓടി വരുന്നേ, എല്ലാവരും വരുന്നേ. എന്റെ പൊന്ന നാട്ടുകാരെ വരുന്നേ. മോളെ, മോളിക്കുട്ടി, എന്റെ കർത്താവേ, എന്റെ കുഞ്ഞിനെ തിന്നാൻ പറ്റി. ആ കാല് മടങ്ങി നിന്നിയേ. മോളെ
എടാ, ഇന്ന് വരെ ദൈവത്തിന് നിരക്കാത്തൊരു വർത്താനം പറയാത്ത നാവായത്. എന്നാലും നിന്നെ അത് വിളിക്കാതെ എന്റെ ചൊറിച്ചിൽ മാറത്തില്ല. എടാ കള്ള പൊലയാടി മോനെ, ഇറങ്ങടാ എന്റെ വീട്ടിൽ നിന്ന്. ഏലിയാമ്മേ, കൊലപാതകം പാവമാണ് ഏലിയാമ്മേ. സ്വന്തം പെമ്മക്കളെ ബലാത്കാരം ചെയ്യുന്നതിന്റെ അടുത്താണോ തന്റെ ഒരു വേദോപദേശം? പോടോ, വിടോ, കൊല്ലിക്കാനവനെ. ഇറങ്ങണ പള്ളി പുറത്ത്. എന്റെ അമ്മമാരെ നിനക്ക് അറിയാമല്ലോ. നിന്നെയൊക്കെ കൊടി കെട്ടി ചട്ടമ്പി വരാനാ അവന്റെ ഒരു നായി. നിന്റെ പൊടി പോയിട്ട് ദേഹത്തിന് എല്ലി പോലും കാണുകയല്ലടാ. നായി, ആ കാഞ്ഞിരപ്പള്ളി പാപ്പനെ ഇടിച്ചൊതുക്കാൻ വരടാ. നീ എല്ലാം കഴിഞ്ഞ് എന്റെ കുടുംബം കലക്കി. അടിച്ചു പൊളിക്കണ. ഞാനല്ലേ വിളിച്ചു. അതെ,